أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله اللهم صل على محمد മീം അക്കാഡമി സംഘടിപ്പിക്കുന്ന ദർസിൻ്റെ 18ാം ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിതാബാണ് ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാം അഥവാ കർമ്മശാസ്ത്രത്തിൽ വളരെ ചുരുക്കപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ കിതാബാണ്. കർമ്മശാസ്ത്രം കൂടുതലായി പഠനം ആഗ്രഹിക്കുന്നവർ ആദ്യമായി ഈ നാം ഇവിടെ പഠിക്കുന്ന കിതാബ് വായിച്ചിരിക്കൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഉപകാരപ്രദവുമാണ്. അങ്ങനെയുള്ള കിതാബാണ്. ആ നിലക്ക് തന്നെയാണ് ഇതിനെ ലോകം ഏറ്റെടുത്തിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ ഹദാനാ ലിഹാദാ, ഈ ഒരു കിതാബ് രചിക്കാൻ മാർഗം കാണിച്ചതെന്ന് അള്ളാഹു തആല. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വമാ കുന്നാ, നമ്മളായിരുന്നില്ല, ആവുമായിരുന്നില്ല, എന്തായാലും ലിനഹ്തദിയ, നമുക്ക് മാർഗം ലഭിക്കുമായിരുന്നില്ല, ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു നമുക്ക് മാർഗം കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തും സലാമും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഉണ്ടാവട്ടെ. വ അല ആലിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും, വ സ്വഹ്ബിഹി, അവിടുത്തെ സഹാബത്തിൻ്റെ പേരിലും, അൽഫായിദീന ബിറിദല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് വിജയിച്ചവരാണ് സഹാബികളും കുടുംബവും മുത്തുനബിയൊക്കെ. അമ്മാ ബഅദു, ഇവകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാമു എന്നിവകൾക്ക് ശേഷം, ഫഅലം, മനസ്സിലാക്കണം, അന്നല്ലാഹ ഖലഖനാ ഫീ അഹ്സനി തഖ്വീം, അള്ളാഹു നമ്മെ വളരെ ചൊവ്വായ രൂപത്തിൽ, നല്ല രൂപത്തിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. വഖലഖ ലനൽ അർള, ഭൂമിയെ നമുക്ക് സൃഷ്ടിച്ചു തന്നു. വമാ ഫീഹാ മിനൻ നഈം, ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നു. വസഖറ ലനശ്ശംസ വൽ ഖമറ വന്നുജൂം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയും അള്ളാഹു തആല നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വഅമറ മലായികതഹു ബിസ്സുജൂദി ലിഅബീന, നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പോലും മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു. കാരണം ലിമാ അല്ലമഹു മിനൽ ഉലൂം, അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത അറിവ് കാരണമാണ്. അപ്പോൾ അറിവുള്ളവർക്ക് വലിയ സ്ഥാനമാണ്, പഠിപ്പിക്കുന്നവർക്ക് സ്ഥാനമാണ്, അറിവിനോട് ബന്ധപ്പെടുന്നവർക്ക് വലിയ സ്ഥാനമാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ സ്ഥാനമാണ്. അമറനാ ബിത്തഖ്വാ വൽ മൗതി അലൽ ഇസ്ലാം, പിന്നെ അല്ലാഹു തആല നമ്മോട് തഖ്വ ചെയ്യാനും തഖ്വയോടുകൂടെ ജീവിക്കാനും അതുപോലെ തന്നെ ഇസ്ലാമിലായി തന്നെ മരിക്കാനും അല്ലാഹു തആല കൽപ്പിച്ചു. ആയത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി മാത്രമേ മരിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് തഖ്വ? വത്തഖ്വ ഹുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യണമെങ്കിൽ, അള്ളാഹു തആല വിരോധിച്ചത് വെടിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്താണ് കൽപ്പിച്ചത്, എങ്ങനെയാണ് കൽപ്പിച്ചത്, എന്തൊക്കെയാണ് വിരോധിച്ചത്, എന്തുകൊണ്ടാണ് വിരോധിച്ചത്, അതൊക്കെ പഠിച്ചവർക്ക് മാത്രമേ പൂർണ്ണമായി അള്ളാഹുവിനെ വഴിപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഔലിയാക്കൾ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുത്തത്, അവർ വലിയ അറിവ് നേടിയപ്പോഴാണ്. അതാണ് വൽ ഇംതിസാലു അൽ ഇജ്തിനാബു, അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹു വിരോധിച്ചത് വെടിയലും
ലാ യസ്തതിബ്ബാനി ഇല്ലാ ബിമഅരിഫത്തിൽ അഹ്കാമി ശർഇയ്യ. ശർഇയ്യായ വിധികൾ പൂർണ്ണമായി നല്ല നിലയ്ക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ശർഇയ്യായ വിധികളെ പഠിക്കലാണ് ഇൽമു പഠിക്കുക. വൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ. അപ്പോൾ കർമ്മപരമായ മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട ശർഇൻ്റെ നിയമങ്ങൾ അറിയലാണ് ഫിഖ് അഥവാ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കലുള്ള അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അതുപോലെ തന്നെ അമ്പിയാക്കളുടെ സിഫത്തുകൾ, അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങൾ, ഇതെല്ലാം അതൊരു ശാഖയാണ് ഇൽമിൻ്റെ. എന്നാൽ അള്ളാഹുവിൻ്റെ ശർഇൻ്റെ നിയമങ്ങൾ, അത് കർമ്മപരമായ നിയമങ്ങളെക്കുറിച്ച് പഠിക്കലാണ് ഫിഖ് അഥവാ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ. ഇനി കർമ്മശാസ്ത്രത്തിൽ ഇപ്പോൾ എന്നല്ല, ലോകം അനുസരിക്കേണ്ട അല്ലെങ്കിൽ ഇത്തിബാ ചെയ്യേണ്ട, അനുഗമിക്കേണ്ട 4 മദ്ഹബുകൾ ആണ് ഉള്ളത്. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ, മഹാനായ മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു, മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 4 മഹാന്മാരുടെ ഇമാമിയങ്ങളുടെ 4 മദ്ഹബുകൾ. അതിൽ ഷാഫിഈ മദ്ഹബുകാരാണ് നമ്മൾ. ആ ഷാഫിഈ മദ്ഹബിൻ്റെ ഇമാമാണ്. ഇമാമുനാ ഫിൽ ഫിഖ്ഹി, കർമ്മശാസ്ത്രത്തിൽ നമ്മുടെ ഇമാമുൽ അഇമ്മ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ ഇമാമ്. വഖദ് സന്നഫൽ ഉലമാ ഫിൽ ഫിഖ്ഹി ഷാഫിഈ, ഷാഫിഈ ഇമാമിൻ്റെ ആ കർമ്മം ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഉലമാക്കൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കുത്തുബൻ അദീദ, ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഫമിൻ ഹാദിൽ പെട്ടതാണ് അൽ മബ്സൂത്ത എന്ന് പറയുന്ന കിതാബ്. ഒമിൻഹ അൽ മുഖ്തസർ എന്ന് പറയുന്ന കിതാബ്. ഒമിൻ അഷ്ഹരി മുഖ്തസറാത്തിഹി, ഈ ഫിഖിൻ്റെ മുഖ്തസറുകളുടെ കൂട്ടത്തിൽ, ചുരുക്കപ്പെട്ട കിതാബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചുരുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതുമാണ് കിതാബ് ഫതുൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ഐൻ ബിമുഹിമാത്തുദ്ദീൻ എന്ന് നാം എല്ലാവരും അറിയുന്ന ഫതുൽ മുഈൻ എന്ന കിതാബ്. വകിലാഹുമാ, ഈ 2 കിതാബും ഫതുൽ മുഈനും ഖുറത്തുൽ ഐനും രണ്ടും ലിശൈഖിൽ അല്ലാമ അൽ മഖ്ദൂം അസ്സഗീർ അഹ്മദ് സൈനുദ്ദീൻ ഇബ്നു ശൈഖ് മുഹമ്മദ് അൽ ഗസാലി ഇബ്നു ശൈഖ് അൽ അല്ലാമത്ത് അൽ മഖ്ദൂം അൽ കബീർ സൈനുദ്ദീൻ അൽ മഅബരി അൽ മലൈബാരി റഹിമഹുമുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ. അല്ലാഹു അവിടത്തേക്ക് വലിയ റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ ഫതുഹുൽ മുഈൻ എന്ന കിതാബ് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബാണ്. വഖദ് ഇഹ്താജ തുല്ലാബു ഹാദൽ അസ്രി, ഈ കാലഘട്ടത്തിലെ ഇൽമിനെ തേടുന്നവർ, ഇൽമിനെ ആവശ്യമുള്ളവർക്ക് അത്യാവശ്യമായിട്ടുണ്ട് ലാ മുഖ്തസരിൻ, ഒരു ചുരുക്കപ്പെട്ട കിതാബ്. എന്തിന്? യകൂനു തംഹീദൻ, അതൊരടിസ്ഥാനമാകും ലിഹാദൽ കിതാബി, ഈ കർമ്മശാസ്ത്രത്തിലുള്ള ഈ ഫതുഹുൽ മുഈൻ അടക്കമുള്ള എല്ലാ കിതാബുകൾ മനസ്സിലാക്കാൻ ഒരു സ്റ്റെപ്പ് എന്ന നിലക്ക്, ഒരു മുൻ അറിവ് എന്ന നിലക്ക് ഒരു കിതാബ് അത്യാവശ്യമാണ്. ഫഹാദാ ബിഹംദില്ലാഹി ദാഖൽ മുഖ്തസർ, അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഫതുഹുൽ മുഈൻ പോലത്തെ കിതാബുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഈ കിതാബ് അഥവാ ഖുലാസത്തുൽ ഹിസാബ് നമ്മൾ പാരായണം ചെയ്യുന്ന കിതാബാണ് വളരെ നല്ലത്. നുസമ്മീഹ്, അതിന് പേര് ഞങ്ങൾ വെക്കുന്നു ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയ എന്നാണ്. വഖദ് അഹവത് അഹമ്മൽ മസായിൽ ഫിഖ്ഹിയ, ഫിഖ്ഹിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബഅദുൽ അബ്ഹാസിൽ ളറൂരിയ, അത്യാവശ്യമായ ചില ചർച്ചകളും, വൽ ഖളാഇൽ അസ്രിയ, കാലഘട്ടത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും. വനർജു മിനല്ലാഹി നഫ്അ ബിഹി ഫിദ്ദാറൈൻ, ഈ കിതാബ് രചിക്കൽ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ ഈ കിതാബ് ഉപകാരപ്രദമാവലിനെ ചോദിക്കുന്നു. ഇനി ഫിഖ് അഥവാ കർമ്മശാസ്ത്രം, ശർഇൻ്റെ നിയമങ്ങൾ ഏതൊക്കെയാണ്? ശർഇൻ്റെ നിയമങ്ങളുള്ളത് എത്ര നിയമങ്ങളാണുള്ളത്? ശർഇൻ്റെ നിയമങ്ങൾ ഉള്ളത് 5 നിയമങ്ങളാണുള്ളത്.
നമുക്ക് കേട്ടുവരുന്ന വാജിബ് അഥവാ ഫർള്, അതുപോലെ തന്നെ സുന്നത്ത് അഥവാ മന്ദൂബ്, ഹറാമ്, അതുപോലെ തന്നെ കറാഹത്ത്, ഖിലാഫുൽ ഔല. കറാഹത്തും ഖിലാഫുൽ ഔല ചെറിയ വ്യത്യാസം. പിന്നെ ഹലാൽ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ശർഇൻ്റെ നിയമങ്ങൾ. ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മനുഷ്യൻ ഏത് കർമ്മം ചെയ്താലും ഈ പറയപ്പെട്ട വിധികളായിരിക്കും അതിനുള്ളത്. അപ്പോൾ എന്താണ് വാജിബ്, എന്താണ് സുന്നത്ത്, എന്താണ് ഹറാമ് എന്ന് നമുക്ക് നല്ല നിലക്ക് ചെറിയ നിലക്ക് മനസ്സിലാക്കാം. അൽ ഹുക്കും ഇമ്മാ തൊലബുൻ, ഒരു വിധി അല്ലാഹു തആല ഒരു കാര്യം വിധിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്മാ തൊലബു ഫിഇലിൻ, അതൊരു പ്രവൃത്തിയെ ആവശ്യപ്പെടലായിരിക്കും. ഔ തൊലബു തർക്കിൻ, അല്ലെങ്കിൽ ഒരു ഒഴിവാക്കലിനെ ആവശ്യപ്പെടലായിരിക്കും. ഒരു പ്രവൃത്തി ആവശ്യപ്പെടുക എന്നാൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നതായിരിക്കും. ഉദാഹരണം, കള്ള് കുടിക്കരുത്, ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു. ഔ തഖീറും ബൈനഹുമ, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഇഷ്ടം പ്രവർത്തിക്കാം, ചെയ്യാം ചെയ്യാതിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം ഒരു വിധി വരുന്നത്. ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഫൽ അവ്വലു, ആദ്യം പറഞ്ഞതുണ്ടല്ലോ, അതായത് ഒരു പ്രവൃത്തിയെ ആവശ്യപ്പെടുക, അത് ഇൻകാന ജാസിമൻ ഫൗജൂബൻ, ആവശ്യപ്പെടുന്നത് ജാസിമായ നിലക്കുള്ള തേട്ടം, നിർബന്ധമായിട്ടും ചെയ്യണം, ഒഴിവാക്കാൻ പാടില്ല, നിർബന്ധമായ നിലക്ക് ആവശ്യപ്പെടുന്നതാണെങ്കിൽ ഫൗജൂബുൻ, അത് വുജൂബാണ്, അത് നിർബന്ധമാണ് എന്നാണ് പറയുക. വ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ, അഥവാ ഒരു പ്രവൃത്തിയെ ആവശ്യപ്പെടുന്നു, അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ള തേട്ടമില്ല, ചെയ്താൽ നിനക്ക് നല്ല അതിലൊരു തേട്ടമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫനദുബുൻ, അത് നദുബാണ്, അതിന് സുന്നത്ത് എന്ന് പറയും. ഇനി ഒസാനി, രണ്ടാമത്തത് പറഞ്ഞാൽ ഒരു കാര്യം ഒഴിവാക്കലിനെ ആവശ്യപ്പെടുക. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഇൻകാന ജാതിമൻ, നീ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം, ചെയ്യാൻ പാടേ ഇല്ല, ആ നിരക്കുള്ള ആവശ്യപ്പെടലാണെങ്കിൽ ഫതഹരീമുൻ, അത് തഹരീമാണ്, അത് ഹറാമാക്കലാണത് ഹറാമാണ്. അപ്പോൾ ഇല്ല, അങ്ങനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെടുന്നു, നിർബന്ധമായിട്ടും അങ്ങനൊരു തേട്ടമില്ല, ഒഴിവാക്കിയാൽ നിനക്ക് പ്രതിഫലം എത്രയേ ഉള്ളൂ, അങ്ങനെയാണ് ഫകറാഹത്തുൻ, അത് കറാഹത്താണ്. അപ്പോൾ വാജിബ് എന്ന് പറഞ്ഞാൽ പഠിച്ചു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ചു, ഹറാം എന്ന് പഠിച്ചു, കറാഹത്ത് പഠിച്ചു. വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, അത് നിർബന്ധമായിട്ടുള്ള ആവശ്യപ്പെടലാണ്. അതുപോലെ തന്നെ സുന്നത്ത് എന്നത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പക്ഷെ അതിൽ നിർബന്ധം ഇല്ല, ചെയ്താൽ നല്ലത്. പിന്നെ മൂന്നാമത്തത് ഹറാം, ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു, പക്ഷേ അതിൽ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു, അതോടൊപ്പം അത് നിർബന്ധമായും ഒഴിവാക്കണം, അപ്പോൾ അത് ഹറാമാണ്. പിന്നെ നാലാമത്തത് ഖിലാഫുൽ കറാഹത്ത്, ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു, പക്ഷേ അതിൽ നിർബന്ധ ബുദ്ധിയില്ല, ഒഴിവാക്കിയാൽ നല്ലത്, അത് കറാഹത്താണ്. കറാഹത്ത് തന്നെ ഇൻകാന ഇൻ വറദ ഫീഹി നഹിയുൻ സ്വരീഹുൻ, കറാഹത്താകുന്നത് എപ്പോഴാണ്, വ്യക്തമായ വിരോധനം വന്നിട്ടുണ്ടെങ്കിലാണ്, ആ കാര്യം ചെയ്യരുത് എന്ന വ്യക്തമായി നബിതങ്ങൾ വിരോധിച്ചിട്ടുണ്ടെങ്കിലാണ് അത് കറാഹത്താകുന്നത്. അതാണ് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇരിക്കരുത് എന്നുള്ള ഒരു വ്യക്തമായ നഹി, വിരോധനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് കറാഹത്താണ്. അതേസമയത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വ്യക്തമായ വിരോധം ഇല്ല അതിൽ. ഉദാഹരണം, നിങ്ങൾ ളുഹാ നിസ്കരിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞു. അപ്പോൾ ളുഹാ നിസ്കരിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ ആ പറഞ്ഞതിൽ ഒരർത്ഥമുണ്ട്, നിങ്ങൾ ഒഴിവാക്കരുത്, പക്ഷെ ഒഴിവാക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ ളുഹാ നിസ്കരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കലാണ് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ. ഖിലാഫുൽ ഔലയാകുന്നത് ഇൻകാനൻ നഹിയു ഫീഹി, അതിൽ വിരോധനം ആണ്, ഗൈറ സ്വരീഹിൻ, വ്യക്തമല്ലാത്ത നിലക്ക് അത് വിരോധിച്ചിട്ടുണ്ടാകും. വസാലിസു, മൂന്നാമത്തെ പറഞ്ഞത്, അതായത് രണ്ടും ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റും, നിനക്ക് പാല് കുടിക്കാം, ജ്യൂസ് കുടിക്കാം, കുടിക്കാതിരിക്കാം, അതാണ് തഖീറും ബൈനഹുമ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വിധിയാണെങ്കിൽ ഹിയൽ ഇബാഹത്തു, അതിന് ഹിബാഹത്ത്, ഹലാല് എന്നൊക്കെ പറയും.
ഫൽ വാജിബു. അപ്പോൾ എന്താണ് ഈ വാജിബ് എന്ന് പറഞ്ഞാൽ? വാജിബ് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫീലിഹി, ചെയ്താൽ കൂലി കിട്ടും, വയഅഖബു അലാ തർക്കിഹി, ഒഴിവാക്കിയാൽ അതിന് ശിക്ഷിക്കപ്പെടും. അതാണ് വാജിബ്. ചെയ്താൽ പ്രതിഫലമുണ്ട്, ഒഴിവാക്കിയാൽ ശിക്ഷ ലഭിക്കുന്നത്. കസൗമി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പ് പോലെ. വൽ മന്ദൂബ്, മന്ദൂബ് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫിഅലിഹി, ചെയ്താൽ പ്രതിഫലമുണ്ട്, വലാ യുഅഖബു അലാ തർക്കിഹി, ഒഴിവാക്കിയാൽ ശിക്ഷിക്കപ്പെടുകയില്ല. അതാണ് സുന്നത്ത്. ഏതുപോലെ? കസലാത്തിൽ വിത്ർ, വിത്ർ നിസ്കാരം പോലെ. ചെയ്താൽ കൂലിയാണ്, ഒഴിവാക്കിയാൽ ശിക്ഷയില്ല. വൽ ഹറാമു, ഹറാമാകുന്നത് മാ യുസാബു അലാ തർക്കിഹി, ഒഴിവാക്കിയാൽ കൂലി കിട്ടും. ഒരു ഹറാമായ കാര്യം ഒഴിവാക്കിയാൽ കൂലി കിട്ടും. വലാ യുഅഖബു അലാ ഫീലിഹി, ചെയ്താൽ ശിക്ഷ ലഭിക്കും. കഉഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കും പോലെ, അത് ഹറാമാണ്. വൽ മക്റൂഹു, കറാഹത്ത് എന്ന് പറഞ്ഞാലും, വഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ കിലാഹുമാ, രണ്ടും മാ യുസാബു അലാ തർക്കിഹി, ഒഴിവാക്കിയാൽ പ്രതിഫലം ലഭിക്കും. പക്ഷേ വലാ യുഅഖബു അലാ ഫീലിഹി, ചെയ്താൽ അതിന് ശിക്ഷയില്ല. അതാണ് കറാഹത്ത്, ഖിലാഫുൽ ഔല. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ നേരത്തെ പറഞ്ഞത്. എന്നും കൂടി പറയാണ്, ഇല്ലാ അന്നന്നഹിയ ഫിൽ അവ്വലി, ആദ്യം പറഞ്ഞ കറാഹത്തിലുള്ള വിരോധനം സ്വരീഹൻ, അത് വ്യക്തമായി വിരോധിച്ചിട്ടുണ്ടാകും. വഫിസാനി, രണ്ടാമത്തിലുള്ള വിരോധനം വൈർ സ്വരീഹൻ, അത് വ്യക്തമല്ലാത്ത നിലക്ക് അതിലൊരു വിരോധനം ഉണ്ട്. മസലൻ, ഉദാഹരണം പറയാം. തർക്കു തഹിയ്യത്തിൽ മസ്ജിദി മക്റൂഹുൻ, പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നിസ്കരിക്കൽ, അത് തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കൽ, അത് കറാഹത്താണ്, മക്റൂഹാണ്. ഫഖദ് വറദ ഫീഹി നഹിയുൻ, വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ കയറിയാൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്കാതെ അവൻ ഇരിക്കരുത്. റവാഹു ശൈഖാനി. അപ്പോൾ വതർക്കു സ്വലാത്തിൽ ളുഹ, ഇനി ഖിലാഫുൽ ഔലക്കാണല്ലോ ഉദാഹരണം വേണ്ടത്. വതർക്കു സ്വലാത്തുൽ ളുഹ, നിസ്കാരം ഒഴിവാക്കൽ ഖിലാഫുൽ ഔലയാണ്. കാരണം എന്താ? ഫഖദ് വറദൽ അംറു ബിഫിഇലിഹാ, ളുഹ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഫിൽ ഹദീസ്, ഹദീസുകളിൽ അപ്പോൾ കൽപ്പിച്ചിട്ടുണ്ട്, ഒഴിവാക്കരുത് എന്ന് ഹദീസിലില്ല. അപ്പോൾ വൽ അംറു ബിഷൈഇൻ, ഒരു കാര്യം കൊണ്ടുള്ള കൽപ്പന, നഹിയുൻ, അത് വിരോധമാണ്. എന്തിനെ തൊട്ട്? ഗൈറു സരീനൻ തർക്കെ, ഒഴിവാക്കരുത് എന്ന് വ്യക്തമല്ലാതെ അതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഖിലാഫുൽ ഔലയാണ്, അതങ്ങനെയുള്ള കാര്യത്തെ ഒഴിവാക്കൽ. ഇനി മൂന്നാമത്തെ കാര്യം, അഥവാ ഇഷ്ടം പ്രവർത്തിക്കാമെന്ന് പറഞ്ഞല്ലോ, അതായത് ഹലാല്, മുബാഹ്. എന്താണ് മുബാഹ്? വൽ മുബാഹു മാ ലാ യുസാബു വലാ യുഅഖബു, പ്രതിഫലം നൽകപ്പെടൂല, വലാ യുഅഖബു, ശിക്ഷിക്കപ്പെടുകയില്ല, ലാ ഫീലിഹി, അത് ചെയ്താലും, വലാ തർക്കിഹി, ഒഴിവാക്കിയാൽ, ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയുമില്ല, കൂലിയുമില്ല. അതാണ് കശറുബിൽ ഹലീബി, പാല് കുടിക്കും പോലെ. ഇതാണ് ശർഇൻ്റെ നിയമങ്ങൾ. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലായി, ഇസ്ലാമിൻ്റെ നിയമം ഏത് കാര്യങ്ങൾ ചെയ്താലും ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വിധിയിലായിരിക്കും. അപ്പോൾ ഞാൻ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും, ഇടപാടായാലും ഇബാദത്തായാലും, ഇബാദത്ത് ഏത് രൂപത്തിൽ നിന്ന് മനസ്സിലാക്കണം, ഇടപാടായാലും ഏത് കർമ്മങ്ങളായാലും അതിന് എന്തെങ്കിലും ഒരു വിധി ഉണ്ടാകും. അത് ഞാൻ മനസ്സിലാക്കണം, പഠിക്കണം. ഇനി ഞാൻ ചില പേരുകൾ പഠിക്കുകയാണ്. ഒയ്ക്കാലുൽ വാജിബി, വാജിബിനിക്ക് പേര് പറയപ്പെടും ഫർളുൻ, ഫർള് എന്ന് പേരുണ്ട്. വൽ മന്ദൂബി, മന്ദൂബിനിക്ക് സുന്നത്ത് എന്നും പേരുണ്ട്. ഒ മുസ്തഹബുൻ, മുസ്തഹബ് എന്ന് പേരുണ്ട്. മൂന്നും ഒന്നാണ്. മന്ദൂബ് എന്ന് പറഞ്ഞാലും സുന്നത്ത് പറഞ്ഞാലും മുസ്തഹബ് എന്ന് പറഞ്ഞാലും. പിന്നെ മൂന്നാം പറഞ്ഞ മുബാഹിനിക്ക് ജായിസ്, ഹലാല്, മുബാഹ്, ഇങ്ങനെ 3 പേരുകൾ ഉണ്ട്. ഇങ്ങനെയാണ് ശർഇൻ്റെ നിയമങ്ങളും അതിൻ്റെ ഡെഫിനിഷനുകളും നിർവചനങ്ങളും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. അള്ളാഹു ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ കേൾക്കുന്നതൊക്കെ ഉപകാരമുള്ളതാക്കട്ടെ. നല്ല ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.